ഒരുപാട് പേര് പറയുന്നുണ്ട് സീരിയൽസ് കാണാത്ത വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ബെറ്റർ നിങ്ങൾ ഇങ്ങനത്തെ ഷോസ് ചെയ്യാതിരിക്കുക. രജനി ഒറ്റയ്ക്ക് ഇരുന്ന് സിനിമ ഫിലിം ഫീൽഡിലുള്ളവർ മാത്രം വെച്ച് ഷോ ചെയ്താൽ മതി. അല്ലല്ലേ, ചിരിക്കാനുള്ള കാര്യമല്ല. ഞാൻ ചോദിക്കുന്നത്, വിളിച്ചു വരുത്തി നമ്മളെ ഇരുത്തി ഇത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞു നമ്മുടെ കൂടെ ഡാൻസ് കളിക്കുന്നു, നമ്മുടെ കൂടെ സംസാരിക്കുന്നു, എല്ലാം ചെയ്തിട്ട് ലാസ്റ്റ് അയ്യോ സോറി സീരിയൽ കൊണ്ട് ആർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ട്? അങ്ങനെ നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ മാത്രം പറയാനുള്ള സ്ഥലമല്ല. സംസാരിക്കുമ്പോൾ എന്താണ് സംസാരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഞാൻ സീരിയൽ കാണാറില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ ഇത്രയും നേരം രഞ്ജിനി എന്നെ കുറിച്ച് പറഞ്ഞത് അപ്പൊ എല്ലാം തെറ്റാണ്. റിസർച്ച് ചെയ്തു. അപ്പൊ നിങ്ങൾ വെറുതെ ഇതിനു വേണ്ടി മാത്രമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഏർണിങ്സ് അതിനു വേണ്ടി മാത്രമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം. ഇതൊരു ടി വി ഷോ ആണ്. ഒരു ടി വി ചാനലില് ഒരു സീരിയൽ അഭിനയിക്കുന്ന ഒരാൾക്ക് ടി വി ഷോനെ കുറിച്ച് അറിയില്ലെങ്കിൽ കൂടുതൽ സംസാരിച്ചിട്ട് അറിയില്ലെങ്കിൽ അല്ല, നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യാൻ വരുന്നു, അതിനുവേണ്ടി മാത്രം. അതുകൊണ്ട് മാത്രം ഞാൻ പരസ്പരം കാണുന്നത് ഞാൻ പറയണോ? ഞാൻ മലയാളത്തിൽ ഒരു സീരിയലും കാണാറില്ല. ഇൻഫാക്ട് ഐ തിങ്ക് മലയാളം സീരിയൽസ് ആർ റൂയിനിങ് ദി ഓഡിയൻസസ്. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണെങ്കിൽ ഈ നാട്ടിൽ ഈ ലോകത്തെ രേഖയുടെ വ്യക്തി എനിക്ക് പേഴ്സണലി ഒരു കുഴപ്പമില്ല. പക്ഷെ രേഖ പത്മാവതിയായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അതേ സമയത്ത് ഒരു ഫിലിം അവാർഡോ സ്റ്റീവി അവാർഡോ കാണണമെന്ന് നിർബന്ധമില്ല. പക്ഷെ സീരിയൽ കാണാൻ അതുകൊണ്ട് രേഖയല്ലേ ഓഫെൻസീവ് ആയത്. ഇപ്പൊ ഞാൻ സീരിയൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോ രേഖയല്ലേ ഹേർട്ട് ആയത്. അതിൽ ഞാൻ വല്ല തെറ്റിയതോ? അതെങ്ങനെ ഈ വ്യക്തിയാണോ? ചോദിച്ചായിരുന്നോ? ഞാൻ തെറ്റ് ചെയ്തോ? ഞാനിപ്പോ ശരി ചെയ്തൊന്നുമില്ല. ഞാൻ സീരിയൽസ് ഇരുന്ന് മറ്റേ ഫീൽ അടിക്കാൻ എന്ത് കാരണം? ഇത് തന്നെ രഞ്ജിത പ്രശ്നം. Listen, Sagar, I can't deal with all this stuff, man. Like, I can't be bothered. പൊക്കോളൂ. സീരിയലുകളെ തള്ളിപ്പറഞ്ഞ രഞ്ജിനിക്ക് രേഖ രതീഷ് കൊടുത്ത ചുട്ട മറുപടി. രേഖ രതീഷിന്റെ അമർഷത്തിൽ ഏഷ്യാനെറ്റ് പ്ലസിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഷൂട്ടിംഗ് നിർത്തിവെക്കേണ്ടി വന്ന നിമിഷങ്ങൾ. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്? അല്ല ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ചാനലാണ്, നമ്മുടെ പ്രോഗ്രാമാണ്, എല്ലാം പറഞ്ഞു. അവര് വെറുതെ അങ്ങനെ പറയുന്ന സംസാരിക്കുന്ന കാര്യം എന്താ? വാവിട്ട വാക്ക് കാരണം ജീവിതത്തിൽ ആദ്യമായി പതറിപ്പോയ രഞ്ജിനി ഹരിദാസ്. രേഖ രതീഷ് വേഴ്സസ് രഞ്ജിനി ഹരിദാസ്. ഇവരിൽ ആരാണ് അഹങ്കാരി? ആരുടെ ഭാഗത്താണ് തെറ്റ്? നിങ്ങൾ എന്റെ അടുത്ത് സംസാരിക്കല്ല, നിങ്ങൾ അവരുടെ അടുത്ത് പോയിട്ട് സംസാരിച്ചു നോക്കിയോ?